ഹായ് ഫ്രണ്ട്സ്, എന്താണ് എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്നൊരു മീൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്ത് മീനാണെന്നല്ലേ? ഏട്ട. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മീനാണ് ഏട്ട. പിന്നെ ഇന്ന് എനിക്ക് ആ മീൻ കിട്ടി. അപ്പം ഞാനത് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. നമുക്കതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം കേട്ടോ. മീന്, പുളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചത്, ഇത് മഞ്ഞൾ, മല്ലി, മുളകും കൂടെ കുതിർത്ത് വെച്ചത്. ഇനി ചട്ടി, ഗ്യാസ് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഗ്യാസ് ഓണാക്കി കൊടുക്കാം. ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ മൂത്തുണ്ട്. ഇനി നമുക്ക് കടുകിടാം. ചിലർ ഉലുവ ഇട്ടാൽ പിന്നെ കടുകിടില്ല. ഞാൻ കടുക് ഇടും. കടുകൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. കടുക് പൊട്ടി നമുക്ക് ചതച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന മുളകിൻ്റെ ഒക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളമല്ല, മുളക് കുതിർത്ത് വെച്ചത്. നമുക്ക് ഈ പുളിയും ഇതിലിട്ട് കൊടുക്കാം. ഞാൻ കുടംപുളി കേട്ടോ ഇടുന്നത്. ചിലർ വാളംപുളിയാണ് ഉപയോഗിക്കുക, പക്ഷേ എനിക്കിഷ്ടം കുടംപുളിയാണ്. ഇങ്ങോട്ടേക്കൊക്കെ എല്ലാവരും വാളംപുളിയാണ് ഉപയോഗിക്കുക. നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അരപ്പ് എണ്ണ തെളിഞ്ഞ് വന്നു. നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരപ്പ് നന്നായിട്ട് തിളക്കട്ടെ. വെള്ളം നന്നായി തിളച്ച് വന്നിട്ട് നമ്മൾ ഉപ്പിട്ടില്ല കേട്ടോ. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് മീനിട്ട് കൊടുക്കാം. ഇത് തലയാണ് കേട്ടോ. എനിക്കിതിൻ്റെ തലയാണ് ഏറ്റവും ഇഷ്ടം. ഇത് ഞാൻ ആർക്കും കൊടുക്കില്ല. കഷ്ണങ്ങളൊക്കെ എൻ്റെ ഹസ്ബൻഡിനുള്ളതാണ്. തലയൊക്കെ എനിക്കുള്ളത്. എൻ്റെ പേരക്കുട്ടി ഉണ്ടോനും. എനിക്ക് ഈ മീനിൻ്റെ ഏട്ടൻ്റെ തല ഭയങ്കര ഇഷ്ടമാണ്. ഏട്ടേൻ്റെ മുട്ടയുണ്ട്, പക്ഷെ ഇപ്പം ഒന്നും മുട്ട കാണില്ല. ഞങ്ങളൊക്കെ ചെറുതാകുമ്പോൾ ഏട്ടേൻ്റെ മുട്ട കിട്ടുമായിരുന്നു. അതും നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. തിരുന്ന് വേവട്ടെ. നമുക്കത് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മുടെ കറി അങ്ങനെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലോണം കുറുകി നല്ലോണം വന്നിട്ട് ഒരു മുളക് ഇട്ട് കൊടുക്കാം. ഈ മുളകിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ് കറിക്ക്. ലാസ്റ്റ് ശകലം മുളക്. ഇത്തിരി കറിവേപ്പില മുകളിലിട്ട് കൊടുക്കാം. രണ്ട് തുള്ളി എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു ശകല എണ്ണ. നമ്മുടെ കറി റെഡിയായില്ലേ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നെ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കേ. അപ്പോൾ നമ്മുടെ ഏട്ടക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഓക്കെ, ബൈ ബൈ.